നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വിവാഹ തർക്കങ്ങൾ പരിഹരിക്കാനും വലിയ തുക സെറ്റിൽമെന്റായി നേടിയെടുക്കാനും വേണ്ടി ഭർത്തൃ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ത്രീകൾ ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായി ഡൽഹി ഹൈക്കോടതി. ഭർത്തൃ സഹോദരന്മാർക്കെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസിൽ വിചാരണ കോടതിയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ഗിരീഷ് കൽപാലിയാണ് ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമയുദ്ധങ്ങളിൽ കള്ളക്കേസുകൾ ആയുധമാക്കുന്നതിനെതിരെ ശക്തമായ സൂചന നൽകുന്നതാണ് കോടതിയുടെ ഈ ഇടപെടൽ. ഭർത്താവിനെതിരെ ബലാത്സംഗവും ക്രൂരതയും ആരോപിച്ച് ഭാര്യ കേസ് ഫയൽ ചെയ്തിരുന്നു. സ്ത്രീധന പീഡന കേസുകളിൽ സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നിലവിലുള്ളതിനാൽ ഉടനടിയുള്ള അറസ്റ്റുകൾ പലപ്പോഴും ഉണ്ടാവാറില്ല. ഇത്തരം നിയമപരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് ഭർത്തൃ വീട്ടുകാരെ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുന്ന ലൈംഗിക പീഡനം പോലുള്ള അതീവ ഗുരുതരമായ വകുപ്പുകൾ കേസുകളിൽ കൂടുതലായി ചേർക്കുന്നതെന്ന വാദത്തിൽ വലിയ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. വിവാഹ തർക്കങ്ങൾ പരിഹരിക്കാൻ വലിയ തുക നൽകാൻ പരാതിക്കാരിയുടെ ഭർത്തൃ വീട്ടുകാരെ നിർബന്ധിതരാക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ബലാത്സംഗം പോലെയുള്ള മറ്റു ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾ ബോധപൂർവം ആരോപിക്കുന്ന പ്രവണതയിലാണെന്നും കോടതി വ്യക്തമാക്കി. പിരിഞ്ഞു കഴിയുന്ന ഭാര്യ ബലാത്സംഗ കുറ്റം ആരോപിച്ച് നൽകിയ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ സഹോദരന്മാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതികാര ബുദ്ധി ഇതിൽ പ്രകടമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. പരാതിക്കാരിയുടെ ഭർത്താവ് 2023 സെപ്റ്റംബറിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു. അതിനുശേഷം 7 മാസങ്ങൾ കഴിഞ്ഞ് 2024 ഏപ്രിലാണ് ഭാര്യ പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ 2024 ഏപ്രിൽ ആദ്യ FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ ഭർത്തൃ സഹോദരന്മാർക്കെതിരെ യാതൊരുവിധ ബലാത്സംഗ ആരോപണങ്ങളും പരാതിക്കാരി ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ കേസ് മുന്നോട്ടു പോയതോടെ 2 മാസങ്ങൾക്ക് ശേഷം CRPC സെക്ഷൻ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന സമയത്താണ് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2017-ൽ താൻ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം യുവതി ആദ്യമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഇത്രയും വലിയൊരു ക്രൂരതയെക്കുറിച്ച് പരാതിക്കാരി എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചു എന്നതിന് യാതൊരുവിധ യുക്തിസഹമായ വിശദീകരണവും നൽകാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ശ്രമമാണെന്നതിന് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഇനി 2026 നവംബർ 15 കോടതി വീണ്ടും വിശദമായി പരിഗണിക്കും.